UPA സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ ബിൽ. രാജ്യത്തൊട്ടാകെ 67% പേർക്ക് ഭക്ഷ്യസുരക്ഷ നൽകുന്ന ബിൽ 82 കോടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഗ്രാമീണരിൽ 75% പേർക്കും നഗരങ്ങളിൽ 50% പേർക്കും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് നല്ലൊരു വിഭാഗം നേരിടുന്ന പോഷകാഹാര ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരവും സാമ്പത്തിക സഹായവും നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക റേഷൻ ഉറപ്പുവരുത്തി ദരിദ്ര വിഭാഗങ്ങളിലെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ നിയമം ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് വിജ്ഞാപനം ചെയ്യുന്ന ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. അതേസമയം പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്ന് കരിഞ്ചന്തക്കാരെ മാറ്റി നിർത്തൽ, മുൻഗണനാക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടവരെ കണ്ടെത്തൽ, വ്യാജ റേഷൻ കാർഡുകളെ ഒഴിവാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഇനിയും മുന്നേറാനുണ്ട്. എങ്കിൽ മാത്രമേ ഈ പദ്ധതിയുടെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കളിൽ എത്തുകയുള്ളൂ. 2009 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഭക്ഷ്യസുരക്ഷാ ബില്ലിനുള്ള നടപടികൾ 2011 ജൂലൈയിലാണ് ആരംഭിച്ചത്. കരട് ബിൽ 2011 ജൂലൈയിൽ മന്ത്രിതല സമിതിയും ഡിസംബറിൽ കേന്ദ്ര മന്ത്രിസഭയും അംഗീകരിച്ചിരുന്നു. രണ്ടാം UPA ഭരണത്തിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ നിയമം നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഭക്ഷ്യസുരക്ഷാ ബിൽ ആയുധമാക്കുന്നതിന് വേണ്ടിയാണ് ഈ തിടുക്കമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. തമിഴ്നാടും ഛത്തീസ്ഗഡും സ്വന്തം നിലയിൽ ഇതിലും മെച്ചമായ പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.